മകന്റെ മൃതദേഹത്തിനരികിൽ പിടിവിട്ട് കരയുമ്പോഴും ഈ പിതാവ് നീനുവിനെ ചേർത്ത് പിടിച്ചു. നീനുവിന്റെ ശരീരത്തിൽ തൻ്റെ ഒരു തുള്ളി കണ്ണീർ വീഴാതിരിക്കാൻ പരിശ്രമിച്ചു. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ പിതാവിൻ്റെ സ്ഥാനത്ത് താനേ ഉള്ളുവെന്ന് ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, ഇതിനെ എങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾ? ഞാൻ പറഞ്ഞു, അവളെ ഞാൻ കൊണ്ടുപോകും, ധൈര്യമായിട്ടില്ല പറയുന്നത്. ഞാനും എൻ്റെ വൈഫും അവിടെ കൊച്ചും കൂടെ കൂടി സ്റ്റേഷനിൽ ഒപ്പിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. നമസ്കാരം. 2018 നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ, നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച് നടുക്കിയ ഒരു ദുരഭിമാന കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു കൊലപാതകം അരങ്ങേറുകയുണ്ടായി നമ്മുടെ കേരളത്തിൽ. അത് മറ്റാരുമല്ല, നമ്മുടെ കെവിൻ്റെ മരണമെന്ന് പറഞ്ഞാൽ അതൊരു കൊലപാതകമായിരുന്നു. കെവിൻ സ്നേഹിച്ചിരുന്ന, തന്നേക്കാൾ അധികമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന നീനു എന്ന പെൺകുട്ടിയുടെ പിതാവും സഹോദരനും കൂടി ചേർന്ന് കൊട്ടേഷൻ കൊടുത്ത് 12 പേരടങ്ങിയ ആളുകൾ കെവിനെ കൊലപ്പെടുത്തി. ആറ്റിൽ കൊണ്ടുപോയി മുക്കി കൊന്ന് ആ കെവിനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. നമ്മളൊക്കെ അന്ന് വളരെ വിഷമിച്ച് ന്യൂസിലൊക്കെ കണ്ട ഒരു വാർത്തയാണ്. ആ പെൺകുട്ടിയുടെ കരച്ചിലും അതുപോലെ തന്നെ തുടർന്നുണ്ടായ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇവർ തമ്മിൽ വളരെയധികം ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്ന സ്നേഹമായിരുന്നു. ആ സ്നേഹം അങ്ങനെ നീണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും വിവാഹിതരായി രജിസ്റ്റർ മാര്യേജ് ചെയ്തു. രജിസ്റ്റർ മാര്യേജ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഏതാണ്ട് എത്രയോ മണിക്കൂറുകളോ ദിവസങ്ങളോ അങ്ങനെ ഇത്രയോ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇതിന് വാല്യൂ ഉള്ളൂ. അങ്ങനെ ഈ പെൺകുട്ടി ഹോസ്റ്റലിലേക്ക് പോവുകയും കെവിന് തൻ്റെ റിലേഷനിലുള്ള ആളുടെ കൂടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നീനുവിൻ്റെ വീട്ടുകാർ വന്ന് പാതിരാത്രിയിൽ ഈ കെവിനെയും ആ സുഹൃത്തിനെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി. രണ്ടുപേരെയും 2 വാഹനത്തിലാക്കിയാണ് ഇവർ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയിട്ട് അതിനുശേഷം ഈ കെവിനെ ആ ആറിൻ്റെ പേര്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ആ ആറ്റിൽ കൊണ്ടുപോയി മുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കെവിനെ കാണാതെ വന്നപ്പോൾ നീനുവിന് ആദ്യം സംശയം തോന്നിയതിനെ വേറെ ആരെയല്ല, സ്വന്തം പിതാവിനെയും സഹോദരനെയായിരുന്നു. കാരണം അവർക്കറിയായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഒരുപാട് എതിർത്തായിരുന്നു ഈ വീട്ടുകാർ, നീനുവിൻ്റെ വീട്ടുകാർ. കാരണം നീനുവിൻ്റെ വീട്ടുകാർക്ക് കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരാണ്. പിന്നെ ജാതി, അത് രണ്ടുപേരും 2 റിലീജനം കണ്ടാണെന്ന് തോന്നുന്നു. എന്തോ അങ്ങനെ കണ്ടൊരു പ്രശ്നമുണ്ട് അവർക്കിടയിൽ. അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമില്ലായിരുന്നു. അതിൻ്റെ പേരിലാണ് ആ പാവം പയ്യനെ ഈ നീനുവിൻ്റെ പിതാവും സഹോദരനും കൂടെ ചേർന്ന് കൊലപ്പെടുത്തിയത്. അപ്പോൾ തന്നെ ഈ നീനു ഇടയ്ക്കെല്ലാം കെവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ബെല്ലടിച്ചു. പിന്നീട് കെവിൻ്റെ ഫോണ് ബെല്ലടിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ നീനു ആദ്യം സംശയം പ്രകടിപ്പിച്ചത് തൻ്റെ പിതാവിനെയും സഹോദരനെയാണ്. കെവിന് കാണാതായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ തൻ്റെ വീട്ടുകാർ തന്നെയാണെന്ന് നീനു ആണയിട്ട് ഉറപ്പിച്ചു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. അതിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ പിന്നീടാണ് കെവിൻ്റെ മൃതദേഹം കണ്ടെത്താനിടയായത്. അപ്പോൾ കെവിൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഈ കെവിന് ഒരിക്കലും ആറ്റിൽ അങ്ങനെ വീണ് മരിക്കാൻ സാധ്യതയില്ല. കാരണം കെവിന് നീന്തലറിയാം. അത് തന്നെയല്ല, ഒരുപാട് ആഴമുള്ള ആറൊന്നും അല്ലായിരുന്നു. പിന്നീട് അത് തെളിയാൻ പറ്റി ഇങ്ങനെ ഈ വീട്ടുകാർ നടത്തിയ കൊലപാതകമാണ്. അങ്ങനെ ആ മകന്, ഈ മകൻ എന്ന് പറയുമ്പോൾ ഈ നീനുവിൻ്റെ സഹോദരന് അറസ്റ്റിലാവുകയും ചെയ്തു. പിന്നീട് നീനു പറയുകയുണ്ടായി, താന് കെവിൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുകയുള്ളൂ, അതും കെവിൻ്റെ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കും തൻ്റെ ഇനിയുള്ള കാലം. വീട്ടുകാരുടെ കൂടെ പോകാനോ തനിക്ക് താല്പര്യമില്ല. താന് ഇനിയുള്ള കാലം മുഴുവനും തൻ്റെ കെവിൻ്റെ മാതാപിതാക്കളുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെ ആവുകയും ചെയ്തു. ഇത്രയും കാലം കെവിൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ തന്നെയാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അതോടൊപ്പം തന്നെ കെവിൻ്റെ മാതാപിതാക്കൾ നീനുവിൻ്റെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും
നീനുവിനെ ബാംഗ്ലൂരോ കർണാടകയോ അവിടെ എവിടെയോ PG കോഴ്സിന് വിട്ടതായിട്ടും 2 വർഷം മുമ്പ് ആ അമ്മേനെ കെവിൻ്റെ മാതാവിനെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവർ പറയുകയുണ്ടായി. ഇപ്പോഴും ഞങ്ങളോട് യാതൊരു സ്നേഹക്കുറവൊന്നുമില്ല, വിളിക്കുകയും വരികയും ഒക്കെ ചെയ്യും. ഞങ്ങളാണ് നീനുവിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തുന്നത്, അവരാണ് അതിനുള്ള ചിലവ് നടത്തുന്നതെന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു. അതും കെവിൻ്റെ മാതാപിതാക്കളും സഹോദരിയുടെയും എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയും അവരുടെ എല്ലാം ഇഷ്ടത്തോടും കാര്യങ്ങളോടും എല്ലാം കൂടിയാണ് ഈ നീനുവിൻ്റെ വിവാഹം പാലക്കാടുള്ള ഒരു പയ്യനുമായിട്ട് വിവാഹം നടന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നുണ്ട്. അത് സത്യമാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ശരി തന്നെ, സത്യമാണെങ്കിലും നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം പ്രായം ചെറുപ്പമാണ്. ആ പെൺകുട്ടിക്ക് ജീവിതം മുമ്പോട്ട് പോകാനുണ്ട്. സത്യത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ധൈര്യത്തോടു കൂടി പോരാടിയ ഒരു ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയായിട്ട് തന്നെ നമുക്ക് അറിയാം. സ്വന്തം വീട്ടുകാരെ, സ്വന്തം കാമുകൻ്റെ നിയമപരമായിട്ടൊരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പോലും തന്നെ രജിസ്റ്റർ ചെയ്തപ്പം തൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആ കെവിൻ്റെ മരണം സംഭവിച്ചപ്പോൾ തൻ്റെ മാതാപിതാക്കളാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് മനസ്സിലാക്കിയപ്പോൾ, വീട്ടുകാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞ് താൻ സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ നിന്ന ഒരു പെൺകുട്ടിയാണ് നീനു. അപ്പോൾ ആ നീനുവിന് ഇനിയും ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ്. ഇനിയും കെവിൻ പോയി, പക്ഷേ ആ പെൺകുട്ടിയെ കെവിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് അവൾ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ അതോട് നമുക്ക് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കെവിൻ്റെ ഒരു നമ്മൾ ഇടയ്ക്കൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് കെവിനെ നീനുവിനെ. നമ്മൾ മലയാളികളെല്ലാം അവരെ അതുപോലെ സ്നേഹിച്ചു. അപ്പോൾ ആ ഒരു സ്നേഹം നീനുവിനോട് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ജീവിതം മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്. അവൾക്ക് ഇനിയും ഒരു തുണ ആവശ്യമാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു തുണ ആവശ്യമാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത്. അത്രയധികം നമുക്ക് സന്തോഷം തോന്നുകയാണ്. പിന്നെ ഈ വീട്ടുകാരെല്ലാവരും കൂടിയാണ്, കെവിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെയാണ് നടത്തി കൊടുക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ സന്തോഷമാണ്. കാരണം അവർക്കറിയാം തൻ്റെ മകനെ അതുപോലെ സ്നേഹിച്ചു. മകൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടി സ്വന്തം വീട്ടുകാരെ തള്ളിപ്പറഞ്ഞ് അവർക്കെതിരായിട്ട് ഉള്ള കാര്യങ്ങൾ എല്ലാം വിളിച്ചു പറയുകയും എല്ലാം ചെയ്ത പെൺകുട്ടിയാണ്. എന്നിട്ടും ഇവരുടെ കെവിൻ്റെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ആ പെൺകുട്ടി നിൽക്കുകയും ഒക്കെ ചെയ്തു ഇത്രയും നാളും. അപ്പോൾ ഇനി ആ പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക്, കെവിൻ്റെ മാതാപിതാക്കൾക്ക് അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരത് നടത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ആരാണെന്നൊന്നും കറക്റ്റ് വിവരം അറിയത്തില്ല. പാലക്കാടുള്ള ഒരു പയ്യനുമായിട്ട് നീനുവിൻ്റെ വിവാഹം നടന്നു എന്നാണ് വാർത്ത കേൾക്കാനിടയായത്. എന്തായാലും ആ വാർത്ത കേൾക്കുമ്പോൾ അത് നല്ല കാര്യം. ഇനി നീനുവിൻ്റെ ജീവിതം നല്ല ഇതായിട്ട് തന്നെ നടന്നു പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്.